അത് വീഡിയോയിലാണോ നിൽക്കുന്നത്? വീഡിയോയിലാണോ? നമ്മളങ്ങനെ ഒരു ഓർഡർ ആക്കിയിട്ടുള്ളൂ, ചേഞ്ച് ചെയ്യാം. നമ്മൾ You can have it wherever. You can sit there, you can sit inside, wherever you want to do. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അതെ, പോസ്റ്റ് ചെയ്തോ. भाई ये पानी को दर्शन ഗുലാബ് ജാമുൻ സാർ എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചെല്ലുമ്പോൾ അറിയാതെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്കിനി രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കൺക്ലൂഡിങ് റൗണ്ട്, എവരിബഡി സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ സെയിങ് സംതിങ്, ലഞ്ച് ഫെസ്റ്റിവൽ. സെക്കൻഡ്ലി എ ഗ്രൂപ്പ് ഫോട്ടോ. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ മിലിറ്ററിയുടെ ഇവരുടെ ഓഫീസിൻ്റെ
ജോയുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു സ്വിറ്റ് കിട്ടട്ടെ. എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുമ്പോ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും, നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും, അധിക ബലം നിന്റെ അസ്ഥികൾക്ക്. പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു കർത്താവ് Yeah, yes. ദൈവം, എല്ലാവരുടെ ദൈവം. ഞാനിത് പറഞ്ഞപ്പോൾ മാലിന്യ പറയാണ് ഇന്നലെ എന്താണ് കണി കാണുന്ന നേരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മേഴ്സിക്ക് വിഷുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, കർത്താവിനെ ദൈവം എന്ന് കൊണ്ടുവരാൻ പറയുന്നതൊക്കെ ഒന്നാണ്. എന്നെ സംബന്ധിച്ച് ഏത് ഞാൻ വിഷു അപ്പൊ അതുകൊണ്ട് ഈ കണി കോംപ്ലിമെന്റ് കാണും, കൃഷ്ണനെ ഈ ഗ്രൂപ്പിൽ തന്നിരിക്കുന്നു കൃഷ്ണനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ നിഷൻ സാർ ആളാണ്. അദ്ദേഹം 3 ലോകങ്ങളിലും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അംഗീകരിക്കുക, ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ സ്വർഗത്തില് ഈ എന്താണ് ഈ വെള്ളമടി ഒരു പതിവുണ്ട് ഞങ്ങളവിടെ. സോമരസം സോമരസം അത് ഞങ്ങൾ സോമരസം എന്നൊക്കെ പറയും. ഉണ്ട്. നമ്മളിപ്പോ ബാർന്നൊക്കെ പറയും, അവിടെ സോമരസം എന്ന് പറയും. അപ്പോ ഈ ദേവന്മാരൊക്കെ അത്യാവശ്യം 2-3 പെഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുർവാസാവിന് ഈ 3 ലോകങ്ങളിൽ പ്രവേശനമുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ചെല്ലുന്നപ്പോഴും ഇവരെല്ലാവരും വെള്ളമടിച്ച് ഫിറ്റായിട്ടിരിക്കുക. ആരും ഇദ്ദേഹത്തെ ബഹുമാനിച്ചില്ല. അപ്പൊ ആദരവ് കൊടുത്തില്ല, റെവറൻസ്. അപ്പോ അദ്ദേഹം റെസ്പെക്റ്റ് ആയിട്ടാണ് കണ്ടത്. അപ്പൊ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റെസ്പെക്ട് കിട്ടിയില്ല. റെസ്പെക്ട് കിട്ടാത്തതുകൊണ്ട് അവരെ എല്ലാവരും അങ്ങ് ശപിച്ചു. കാരണം ദേവന്മാർ ഒത്തിരി എണ്ണമുണ്ട്, എല്ലാവരും അങ്ങ് ശപിച്ചു. നിങ്ങളെല്ലാവരും മനുഷ്യരായിട്ട് ജനിച്ച് ഭൂമി ചെന്ന് കഷ്ടപ്പെടുത്തെന്ന് പറഞ്ഞ് ശപിച്ചു. ശപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവന്മാർക്കെല്ലാം അയ്യോ സംഭവം ഗുരുതരമായെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എല്ലാവരും വന്ന് ദുർവാസാവിന്റെ കാല് പിടിച്ചു. എങ്ങനെ ഇത് നമ്മളെ സംരക്ഷിക്കണം, ഇങ്ങനെ മനുഷ്യന്മാരായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാലം അവിടെ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ജീവിച്ച് സുഖലോലുപരായിട്ട് കഴിഞ്ഞ ആൾക്കാരാണ്, മനുഷ്യന്മാരായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഇളവ് കൊടുത്തു. നിങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട, ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ഞാൻ തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു ചെറിയൊരു ഇളവ് അതിനകത്ത് കൊടുത്തു. ആ ഇളവ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ദുർവാസാവ് ശപിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പിൻവലിക്കാനോ അല്ലെങ്കിൽ ഫലപ്രാപ്തി ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി ആവണം. ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. സുപ്രീം കോടതി ഇല്ല അവിടെ. സുപ്രീം കോടതി ഇല്ല. അങ്ങനെ വന്നപ്പോൾ ഈ പിന്നെ എന്താണ് ത്രേതായുഗം രാമന്റെയാണ്, ശ്രീകൃഷ്ണന്റെ യുഗത്തിൽ. അതായത് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പ്രത്യേക യുഗമുണ്ട്, എനിക്ക് ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണന്റെ മക്കളായിട്ട് നിങ്ങൾ ജനിക്കും. അവിടെ വെച്ച് ഒരു ദിവസം നിങ്ങൾ എല്ലാവരും മരിക്കും, അങ്ങനെ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേവന്മാർക്ക് മുഴുവൻ പിന്നെ മനുഷ്യരായിട്ട് അവതരിക്കാനുള്ള ഒരു അവസരമാക്കിയിട്ടാണ് ഈ നമ്മുടെ ശ്രീകൃഷ്ണൻ 16,008 ഗോപികന്മാരെയും കല്യാണം കഴിച്ച് യാദവരെന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായത്. അത് മുഴുവൻ ശ്രീകൃഷ്ണന്റെ മക്കളാണ്.
അത് മുഴുവൻ ഈ ദേവന്മാര് മുഹമ്മദിനെ കുറ്റം പറയണോ എല്ലാവരും? ഇല്ല, പോട്ടെ അത് വിട്. ഇത് മുഹമ്മദ് അവിടെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞു. ഇത് കഥയാണ്. അപ്പം ഈ പിന്നെ ദേവന്മാർ കംപ്ലീറ്റ് ഇദ്ദേഹത്തിന്റെ മക്കളായിട്ട് ജനിക്കുകയും ഇതേപോലെ പണ്ട് പിന്നെ ഒരു ദിവസം ദുർവാസാവ് തന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അല്ലല്ല അവിടെ ഒരു കഥ ഉണ്ടാവുകയാണ്. അവിടെ ദുർവാസാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ യാദവരിലെ ഒരു പയ്യൻ പെൺവേഷം കെട്ടിയിട്ട് ദുർവാസാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇയാളുടെ കുട്ടി എന്താ ആണാവോ പെണ്ണാവോ എന്ന് ചോദിച്ചു. അപ്പം ദുർവാസാവിന് മനസ്സിലായത് ആൺ വേഷം കെട്ടി പെൺവേഷം കെട്ടിയതാണ്. അപ്പൊ പറഞ്ഞു ഇവൻ ഇരുമ്പോലൊക്കെ പ്രസവിക്കും. ദുർവാസാവ് പറഞ്ഞ അത് സംഭവിക്കും. ഇവൻ ഇരുമ്പോലൊക്കെ പ്രസവിച്ചു. പക്ഷെ ആ ഇരുമ്പോലൊക്കെ എന്താ ചെയ്യുന്നറിയാമോ? എല്ലാവർക്കിട്ട് അടി കൊടുക്കും. സാക്കൽ ആൾക്കിട്ട് അടിയാ. അടി എന്ന് പറഞ്ഞ പൊരിഞ്ഞടി. അപ്പോഴെന്താ ചോദിച്ചാൽ ഇതിനെന്താ പരിഹാരം ചോദിച്ചു. അങ്ങനെ അതിനൊക്കെ നിങ്ങൾ രാഗി പൊടിയാക്കിയിട്ട് കടത്തിരുന്നൊരു പൊടിച്ച് കടത്തിരുന്നു. പക്ഷെ അതിൽ ഒരു ചെറിയ ഒരു ചെടി ഉണ്ടായി വന്നു. അത് നമ്മുടെ ഈ പഴയ പിന്നെ എന്താണ് ഈന്തപ്പനകളൊക്കെ ചെറുതായി ജനിക്കുമ്പോൾ തന്നെ നല്ല കൈതോല പോലെ ഇരിക്കുമല്ലോ, നല്ല മൂർച്ചയുള്ള ചെടികളായിരുന്നു. അങ്ങനെ യാദവര് ഒരു ദിവസം വെള്ളം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായി ഈ ചെടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ തുടങ്ങി. അങ്ങനെ കുത്തി യാദവ കുലം കംപ്ലീറ്റ് എല്ലാം ചത്തു. അങ്ങനെ ഇവർക്കെല്ലാം മോക്ഷം കിട്ടി നേരെ സ്വർഗ്ഗത്തിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ടൊരു ബാക്കിയുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു കഷ്ണം അവിടെ കടന്നിരുന്നു. ആ ഒരു കഷ്ണം ഇത് അമ്പ് ഇതിട്ടിട്ട് ആ ഒരു വേടനെ കിട്ടി. ആ അമ്പ് ഏതാണ്? കൃഷ്ണൻ മരിക്കും. അതിന്റെ ഒരു കഷ്ണം ഏരകപ്പുല്ലെന്നല്ലേ അത്ര എനിക്കറിയാം. ഒരു വണ്ടി തടയുന്നല്ലോ.